അപ്പോൾ അത് മാത്രമല്ല, ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഇന്നത് ആരോഗ്യമന്ത്രി കൈമാറുകയാണ്. ഡോക്ടർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് കേട്ടോ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രോട്ടോകോൾ പാലിക്കാനാകാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ജിബിൻ ജെബി വാർത്തയുടെ ഒരുങ്ങുമ്പോൾ ചേരുന്നു. ജിബിൻ, ഗുഡ് മോർണിംഗ്. പിന്നെയും അപ്പോൾ അന്ന് ഞാൻ നേരത്തെ അശ്വിനോട് ചോദിക്കുകയായിരുന്നു, ആ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന കത്രികകളും ഇപ്പോൾ ഈ പറഞ്ഞ കമ്പും കോലും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്ന് അവർ ഒരു വരിയിൽ പറഞ്ഞു പോയിരുന്നു. അത് അന്വേഷണ സംഘത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണോ എന്നൊരു സംശയം അപ്പോൾ തന്നെ നമ്മൾ ലൈവിൽ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണോ റിപ്പോർട്ട്, ജിബിൻ? റിപ്പോർട്ട് അങ്ങനെ തന്നെയാണ്. അതായത് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ റിപ്പോർട്ടാണ് ആരോഗ്യമന്ത്രിക്ക് കൈമാറാൻ പോകുന്നത്. പക്ഷേ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ സർജറി നടക്കുന്ന സമയത്ത് സ്ക്രബ് നേഴ്സ് മാത്രമാണ് ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നതെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജീവനക്കാരുടെ ഭാഗത്ത് ജീവനക്കാരുടെ എണ്ണം വളരെയധികം കുറവായിരുന്നു. കാരണം ഈ ഡോക്ടറെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു സ്ക്രബ് നേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റ് ജീവനക്കാർ അവിടെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഴ്ച വന്നതെന്നുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ 2 ശസ്ത്രക്രിയകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിനും ഈ നഴ്സുമാർക്കും ഭാഗമാകേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടായതായി കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഡോക്ടർ തുന്നലിടുന്നതിന് മുമ്പ് കൂടെ ഉണ്ടായിരുന്ന നഴ്സിനോട്, സ്ക്രബ് നഴ്സിനോട് എല്ലാ ടൂൾസും പുറത്തുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിരുന്നു. നഴ്സ് അത് ഉറപ്പ് നൽകിയ ശേഷമാണ് തുന്നലിട്ടത് എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ വണ്ടാനത്തെ ശസ്ത്രക്രിയാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ ആരോഗ്യ മേഖലയിൽ ജീവനക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സർജറി നടക്കുന്ന സമയത്ത് സ്ക്രബ് നേഴ്സ് ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റ് ജീവനക്കാരുടെ എണ്ണം കുറവായിരുന്നത് കൊണ്ട് വന്ന ഒരു വീഴ്ചയാണ് എന്ന് കൂടിയാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് അന്ന് ആരൊക്കെയാണ് ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടായിരുന്നത് അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഘത്തിലുണ്ടായിരുന്ന നഴ്സുമാർ, ഡോക്ടർമാർ, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാർ, ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇത്തരം ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ ആരോഗ്യ അതിലെന്തോ ഗുരുതര കണ്ടെത്തലുണ്ടെന്ന് പറഞ്ഞാലും അന്നുണ്ടായിരുന്ന സകല ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നതിനർത്ഥം എന്താണ്? നേരത്തെ ഹർഷിനോടെ കാര്യത്തിൽ സംശയ നിഴലിൽ നിർത്തിയതുപോലെ ഈ കത്രിക വേറെവിടുന്നോ വന്നു എന്ന രീതിയിൽ സംശയം ജനിപ്പിക്കലാണ്. ഡോക്ടർക്ക് പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പിഴവ് എവിടെയാണ്? പിന്നെ എന്ത് ഗുരുതര കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്? പിഴവില്ല എന്ന് കണ്ടെത്തിയിട്ട് പിന്നെ മറ്റു കണ്ടെത്തലിട്ട് കാര്യം എന്താണ്, ജിബിൻ? ഹാഷ്മി, അത് തന്നെയാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അത് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും ഇതിൻ്റെ കണക്ക് കൃത്യമായി എടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ എടുത്ത കണക്കിൽ, അതായത് ഈ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് എടുത്ത കണക്കിൽ ഉണ്ടായിരുന്ന ലിസ്റ്റിൽപ്പെട്ട അതേ ഉപകരണങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലും പറയുന്നത്, അന്ന് നേരത്തെ ഡോക്ടറും പറയുന്നത്. പക്ഷേ എങ്കിൽ പിന്നെ ഈ ഉഷയുടെ വയറ്റിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്ന കത്രിക എവിടെ നിന്നാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഈ റിപ്പോർട്ടിലും ഉത്തരമില്ല. അത് അന്ന് സംഘത്തിലുണ്ടായിരുന്ന മറ്റ് ഉദ്യോഗസ്ഥർക്കോ ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്ന ആർക്കോ തന്നെ ഇതിൽ കൃത്യമായ ഒരു ഉത്തരമില്ല. പക്ഷേ ഈ കാര്യം പറയുന്നത് ഈ നമ്മൾ കണ്ടതാണ്. അതായത് ദൃശ്യങ്ങളിൽ 24-ലൂടെയാണ് പ്രേക്ഷകർ പുറത്തു കാണുകയും ചെയ്തത്. ഈ ഉഷയുടെ വയറ്റിൽ നിന്ന് എടുത്ത കത്രിക, അതിൻ്റെ ഒരു ചെറിയ പീസ് പൊട്ടിയതുൾപ്പെടെയാണ് വയറ്റിൽ നിന്ന് പുറത്തെടുത്തത്. പക്ഷേ ഈ കത്രിക എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യത്തിൽ ഈ റിപ്പോർട്ടിൽ പോലും ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു മുഖമുഴയാണ്. അത് ഈ ഡോക്ടറിന് അല്ലെങ്കിൽ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പോലെയാണ് ഇത് കാണാൻ സാധിക്കുന്നത്. കാരണം ഡോക്ടർ കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ട്, തുന്നലിടുന്നതിന് മുമ്പ് എല്ലാ ഉപകരണങ്ങളും പുറത്തുണ്ടോ എന്ന് ഡോക്ടർ നഴ്സിനോട് കൃത്യമായി ചോദിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഈ കത്രിക എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോഴും ചോദ്യമായി അവശേഷിക്കുകയാണ്. കാരണം ഈ എല്ലാ ശസ്ത്രക്രിയകൾക്കും മുമ്പ് ഈ പ്രോട്ടോകോൾ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് KGMOയുടെ ഒരു പത്രസമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സമയത്ത് അവരോട് സംസാരിച്ചത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ശസ്ത്രക്രിയ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി ഏതൊക്കെ ഉപകരണങ്ങളാണ് എടുക്കുന്നതെന്ന് ഈ സ്ക്രബ് നേഴ്സ് ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയ ശേഷമാണ് ഡോക്ടർ ഈ ശസ്ത്രക്രിയ ആരംഭിക്കുന്നത്. അതിനുശേഷം ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ശേഷം ഈ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ ഉപകരണങ്ങളെല്ലാം, പ്രത്യേകിച്ച് കത്രിക മാത്രമല്ല ഈ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും പുറത്തുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് തുന്നലിടുക എന്നുള്ളത്. അത് നേരത്തെ അറിയാം. അതായത് മുമ്പ് ഇത് സൂചി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതായിരുന്നു, പിന്നീട് അത് സ്റ്റാപ്ലറിലേക്ക് വന്നു. ഈ 2 സമയത്തും എല്ലാ ഉപകരണങ്ങളും പുറത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് തുന്നലിടുന്നതാണ്. അതാണ് പ്രോട്ടോകോൾ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. തുന്നലിടുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകാതിരിക്കാൻ സ്ക്രബ് നേഴ്സിനോട് ഇക്കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഉണ്ടായിരുന്ന കണക്ക് പ്രകാരമുള്ള ഉപകരണങ്ങളെല്ലാം ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഈ ഒരു കത്രിക ഉഷയുടെ വയറ്റിൽ എത്തിയതെന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം കൃത്യമായ ഒരു മറുപടി ഇതുവരെ എവിടെയും യാതൊരുവിധ റിപ്പോർട്ടില്ല. അതായത് ആദ്യഘട്ടത്തിൽ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു അന്വേഷണമുണ്ട്, പ്രാഥമിക പരിശോധനയുണ്ട്, ഇപ്പോൾ ഈ അന്വേഷണ സംഘം കൈമാറുന്ന റിപ്പോർട്ടുണ്ട്. ഈ 2 റിപ്പോർട്ടിലും ഈ കത്രിക ഇവിടെ നിന്ന് വന്നതിനെ കുറിച്ച് യാതൊരുവിധ സൂചനകളുമില്ല. അതായത് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ പുറത്തുവന്നിരിക്കുന്നത്. ഹാഷ്മി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.